ഗൾഫ് രാജ്യങ്ങളിൽ എത്തപ്പെടുന്ന ഭൂരിപക്ഷം പ്രവാസി മലയാളികളും ഏതെങ്കിലും തരത്തിലുള്ള കഴിവും പ്രാപ്തിയും പ്രകടമാക്കുന്നവരാണ്. അതൊരു വലിയ വിസ്മയ കാഴ്ചയാണ്. ഗാനാലാപനവും സംഗീതാസ്വാദനവും കലാപരമായ മികവും പുലർത്തുന്ന മലയാളികളിൽ ചിലരെങ്കിലും തങ്ങളുടെ കഴിവിനെ സഫലമായി പ്രകടിപ്പിക്കാൻ പര്യാപ്തരുമാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിസാം എന്നാണ്. കുറച്ച് പാട്ടുകാരുടെ ശബ്ദത്തിൽ പാടിയിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണ്. എല്ലാവരും കാണണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച്. ഇതൊരു 16 മിനിറ്റേ ഉള്ളൂ ടോട്ടൽ. 21 സിംഗേഴ്സിൻ്റെ വോയിസ് ചെയിനായിട്ട് ചേഞ്ച് ചെയ്ത് പാടിയിരിക്കുകയാണ്. ഇളയരാജയുണ്ട്, ദാസേട്ടനുണ്ട്, വാണി ജയറാം, TM സൗന്ദരരാജൻ, കിഷോർ കുമാർ, മുകേഷ്, മനു, എസ് ജാനകി, ലതാ മങ്കേഷ്കർ, പിന്നെ മാപ്പിളപ്പാട്ടിലെ കുറച്ച് സിംഗേഴ്സ് ഉണ്ട്. ഷാനു, അതുപോലെ പീർ മുഹമ്മദ്, AV മുഹമ്മദ് സാഹിബ്, മുഹമ്മദ് റാഫി സാറ്, അങ്ങനെ കുറച്ച് പാട്ടുകൾ. കോഴിക്കോട് സ്വദേശി നിസാം ഒരു സംഗീത ആസ്വാദകനാണ്. 16 മിനിറ്റ് കൊണ്ട് 21 ഗായകന്മാരുടെ ഗാനങ്ങൾ ആലപിച്ച് റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് നിസാം. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ, ഈണം കിളിതൻ നീണം നീയും കേൾക്കുന്നുണ്ടോ. ഇപ്പോൾ ദുബായിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 10 വർഷത്തോളമായി. അതിൻ്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ നേരത്തെ ജോലി ചെയ്തതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10-14 ലാംഗ്വേജിൽ പാടും. ബംഗാളി, നേപ്പാളി, ശ്രീലങ്ക, പഷ്തു, കന്നഡ, തെലുഗു, അറബി, പിന്നെ ഭോജ്പുരി, മറാഠി, ഒഡീസിയൊക്കെ. നമ്മൾ ക്യാമ്പ് ഷോസിനൊക്കെ പോകുമ്പോൾ അവരുടെ ഒരു ചോയ്സിനനുസരിച്ച് പാടാറുണ്ട്. പാണ്ടി ജീമയില തേരോടും വേദിയില മാൻ പോല വന്നവനെ യാരടിത്താരോ യാരടിത്താരോ യാരടിത്താരോ. വൈവിധ്യമാർന്ന സ്വരവും വ്യത്യസ്തമായ രാഗങ്ങളും ഒരു സംഗീത ആസ്വാദകനിലൂടെ പുറത്തു വരുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. സ്ഥിരോത്സാഹവും കഠിനാധ്വാനവുമാണ് നിസാമിനെ ഇങ്ങനെയൊരു കഴിവിലേക്ക് ഉയർത്തിയത്. കാട്ടു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ. ആക്ച്വലി എൻ്റെ ഭാര്യ ഒരു സിംഗറാണ്. അദ്ദേഹം MA മ്യൂസിക് റാങ്ക് ഹോൾഡറാണ്. MG രാധാകൃഷ്ണൻ സാറിൻ്റെയും ഓമനക്കുട്ടി ടീച്ചറുടെയൊക്കെ ശിഷ്യയാണ്. 2-3 ഫിലിമിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പാട്ട് ഒരു 150 പ്രാവശ്യം പാടിയ പാട്ടാണെങ്കിലും അതിൻ്റെ തലേന്നിരുന്നിട്ട് ആ പാട്ട് പഠിക്കാൻ അല്ലെങ്കിൽ വീണ്ടും പോളിഷ് ചെയ്യുന്ന ഒരു ആത്മാർത്ഥത കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ പാട്ടിനോട് ഇത്രയും ഒരു അടുപ്പവും സ്നേഹവും അല്ലെങ്കിൽ ഒരു മൈനസ് പോലും വരാതെ കാത്തു സൂക്ഷിച്ച് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അങ്ങനെയാണ് പിന്നെ സ്വയം ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറ്റിയും ശരിയാക്കിയൊക്കെ പഠിച്ച് അങ്ങനെ ഇരിക്കും. പൊള്ളല്ല പൊന്നേ ഉള്ളകമാകെ ഉള്ളുന്ന നോവാണേ. ചില സന്ദർഭങ്ങളും അവസരങ്ങളും അങ്ങനെ ഉണ്ടാവില്ല. അതൊരു സാന്ദർഭികമായ ഒത്തുചേരലാണ്. നിസാമിനെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭം വന്നു ചേർന്നു. ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റുമായുള്ള സ്റ്റേജിലെ അരങ്ങേറ്റം. ചില അവസരങ്ങൾ ആരും അറിയാതെ എത്തും. അങ്ങനെ ഒരു അവസരമാണ് ജാസി ഗിഫ്റ്റിനോടൊപ്പം ലഭിച്ചത്. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കണവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു, അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കുയിലായി നീ പാടി തുള്ളിത്തി
കുളിരതുള്ളും തൊള്ളാരക്കാറ്റിൽ മാനായി മറിമാ